നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചു. ചമ്പക്കുളം സ്വദേശിയായ 67-കാരനും കുത്തിയതോട് സ്വദേശിനിയായ 78-കാരിയുമാണ് മരിച്ചത്. ചേർത്തലയിലെ വിദ്യാഭ്യാസ ഭരണ കേന്ദ്രങ്ങൾ വെള്ളക്കുഴിയിൽ. ചേർത്തല ജില്ലാ ഉപജില്ലാ ഓഫീസുകളിലേക്ക് കയറാൻ പോലുമാകാത്ത തരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അർത്തുങ്കൽ 1000 തൈ ബീച്ചിന് സമീപം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാത മൃതദേഹം തീരത്തടിഞ്ഞു. കുഴികളിൽ വെള്ളം നിറഞ്ഞതോടുകൂടി ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗതം കാൽനടയാത്രക്കാർക്ക് പോലും ദുരിതപൂർണമാവുകയാണ്. SFA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തിരഞ്ഞെടുത്തു. ചേർത്തല സ്വദേശിയാണ് വൈഭവ് ചാക്കോ. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച 2 പേർ മരിച്ചു. ചമ്പക്കുളം സ്വദേശിയായ 67-കാരനും കുത്തിയതോട് സ്വദേശിനിയായ 78-കാരിയുമാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച ജില്ലയിൽ 2 പേർ മരണപ്പെട്ടു. ചമ്പക്കുളം സ്വദേശിയായ 67-കാരനും കുത്തിയതോട് സ്വദേശിനിയായ 78-കാരിയുമാണ് മരിച്ചത്. ഇരുവരും മറ്റു രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് അറിയിച്ചു. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ദ്രുതകർമ്മസേന യോഗം ചേർന്നു. ജില്ലയിൽ മെയ് മാസം മുതൽ ഇതുവരെ 359 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 143 പേർ നിരീക്ഷണത്തിലാണ്. തിങ്കളാഴ്ച 10 പേർക്ക് രോഗം പിടിപെട്ടു. ആരുടെയും രോഗം ഗുരുതരമല്ല. പുന്നപ്ര വാടക്കൽ അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 7 കുട്ടികൾക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി നൽകി. സ്കൂളുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ മൂലമുണ്ടാകുന്ന കോവിഡിന് തീവ്രത കുറവാണെങ്കിലും പകർച്ചാ സ്വഭാവം കൂടുതലാണ്. മറ്റു രോഗങ്ങളുള്ളവരിലും പ്രായമായവരിലും രോഗം ഗുരുതരമാകുമെന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന ആശുപത്രികളിലെ പരിശോധനാ ചികിത്സാ സൗകര്യങ്ങൾ യോഗം വിലയിരുത്തി. ആശുപത്രി ജീവനക്കാർ മാസ്ക്, വ്യക്തിസുരക്ഷാ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും തീരുമാനിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിലെ വിദ്യാഭ്യാസ ഭരണ കേന്ദ്രങ്ങൾ വെള്ളക്കെട്ടിൽ. ചേർത്തല ജില്ലാ ഉപജില്ലാ ഓഫീസുകളിലേക്ക് വെള്ളക്കെട്ട് മൂലം കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. ചേർത്തല ജില്ലാ ഉപജില്ലാ ഓഫീസുകളിലേക്ക് കയറാൻ പോലും ആകാത്ത തരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മുട്ടപ്പമായ വെള്ളം കടക്കാൻ ഓഫീസുകളുടെ പലയിടങ്ങളിലും താൽക്കാലികമായി പലകകളും മൺചാക്കുകളും ഇട്ട പാലങ്ങളൊരുക്കിയാണ് 40ഓളം വരുന്ന ജീവനക്കാർ ഓഫീസുകളിലേക്ക് കയറുന്നത്. സാധാരണക്കാരെത്തിയാൽ നീന്തി കയറുക മാത്രമാണ് ഏക പോംവഴി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരുമടക്കം നിരവധി പേരെത്തുന്ന ഓഫീസിനാണ് ഈ അവസ്ഥ. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലാണ് ചേർത്തല ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും BRC ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സഞ്ചാരയോഗ്യമല്ല. ഇപ്പോൾ തെന്നി താഴെ വീഴുന്ന ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് അതിനൊരു അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പടി വരെ കയറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഒരു രക്ഷയുമില്ല. വണ്ടികൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളാണെങ്കിലും മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ്. 3-4-5 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരിടമാണിത്. അപ്പം ഇതിൻ്റെ പിന്നിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു രക്ഷയുമില്ല. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഴക്കാലങ്ങളിൽ നമുക്ക് ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് വലിയ ദുരിതമാണ് വെള്ളക്കെട്ട് കൊണ്ടുണ്ടാകുന്നത്. പ്രധാന കവാടത്തിലും പുതിയ കെട്ടിടത്തിലുമടക്കം മുട്ടപ്പം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായ വെള്ളക്കെട്ടാണ് വളപ്പിലെ വടക്കേറ്റത്തുള്ള വിദ്യാഭ്യാസ ഓഫീസുകളെയും കുഴിയിലാക്കിയത്. മഴയൊഴിഞ്ഞാലും ദിവസങ്ങൾ വേണം ഈ വെള്ളം വറ്റിത്തീരാൻ. റോഡിൽ നിന്ന് മാലിന്യങ്ങളടക്കമുള്ള വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്കൂൾ വളപ്പിലെയും വിദ്യാഭ്യാസ ഓഫീസ് വളപ്പുകളിലെയും വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. അർത്തുങ്കൽ 1000 തൈ ബീച്ചിന് സമീപം 50ഓളം വയസ്സ് പ്രായം വരുന്ന അജ്ഞാത മൃതദേഹം അടിഞ്ഞു. അർത്തുങ്കൽ 1000 തൈ ബീച്ചിന് സമീപം അജ്ഞാത മൃതദേഹം തീരത്തടിഞ്ഞു. ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്നതും വെളുത്ത നിറത്തിൽ നല്ല വണ്ണമുള്ളതുമായ പുരുഷൻ്റേതാണ് മൃതദേഹം. എസ് എന്ന ബ്രാൻഡ് ധരിച്ച കമ്പനി നിറത്തിലുള്ള അടിവസ്ത്രമാണ് ഇയാൾ ധരിച്ചിരുന്നത്. ചേർത്തല തെക്ക് പഞ്ചായത്ത് 1-ാം വാർഡിൽ 1000 തൈ ഫിഷിംഗ് ലാൻഡിന് വടക്കുവശത്തുള്ള മണ്ണെണ്ണ പമ്പിന് പടിഞ്ഞാറ് ഭാഗത്ത് കടപ്പുറത്ത് ചൊവ്വാഴ്ച രാവിലെ 6:15ഓടെയാണ് മൃതദേഹം തീരത്തടിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. വിദേശ പൗരന്റെ മൃതദേഹമാണെന്നാണ് സൂചന. ടൈം ന്യൂസ്, ചേർത്തല. കുഴികളിൽ വെള്ളം നിറഞ്ഞതോടുകൂടി ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗതം കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതപൂർണമാവുകയാണ്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗതം കാൽനട യാത്രയ്ക്ക് പോലും ദുരിതയാത്രയാവുകയാണ്.
റോഡെന്നോ കുണ്ടെന്നോ കുഴിയെന്നോ അറിയാതെ അപകടം പിടിച്ച ഓഫ് റോഡ് ഡ്രൈവിംഗ് നടത്തുകയാണ് വാഹനങ്ങളും കൂടെ നാട്ടുകാരും. കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ ഇത്തവണ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെട്ടിരിക്കുന്നതാണ്. മഴ മാറുന്ന സമയം സമാന്തര സർവീസ് റോഡുകൾ പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്ന് കളക്ടർ അടക്കമുള്ളവർ നാട്ടുകാർക്ക് ഉറപ്പുകൊടുത്തതുമാണ്. എന്നാൽ ഇതൊന്നും നടപ്പിലാക്കാതെ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത തരത്തിൽ നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ കാണിക്കുന്ന നിർമ്മാണ കമ്പനിയുടെ നിരുത്തരവാദപരമായ സമീപനമാണ് സ്ഥിതി ഇത്രയും വഷളാക്കിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എവിടെയാണ് കുഴിയെന്ന് പോലും ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കെട്ട് നിറഞ്ഞു വയ്ക്കുകയാണ്. ആ വെള്ളക്കെട്ടിലൂടെ ഇപ്പോൾ കുട്ടികളൊക്കെ വീഴുന്നു, ആളുകളെ യാത്രക്കാർ മിക്കവരും വീണ് പോവുകയാണ്. ഇപ്പോൾ സൈക്കിളിലൊക്കെ വന്നാലും ബൈക്കിന് വന്നാലും എല്ലാവരും ഈ കുഴിയിലൂടെ വീണ് അവരുടെ നല്ല വേഷങ്ങളൊക്കെ മോശമായ രീതിയിൽ ആണ് ഇപ്പോൾ അവരത് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യാൻ തന്നെ വളരെ മോശമായി പോയിട്ടുള്ള റോഡ്. ഇതിൻ്റെ ആൾക്കാർ പല ആൾക്കാരുണ്ട്. അവർ വന്ന് നോക്കി വെച്ചാൽ ആ പേരിനെ അങ്ങോട്ട് പോകും, ആൾക്കാരെ കാണിക്കും. അത് അന്നേരം രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാണ്ട് ആ നേരായ വഴി എല്ലാം പോയത് ഇപ്പം തന്നെ ആകെ കുളമായി. ഇപ്പം തന്നെ ഒരു വെള്ളം കൊണ്ട് തട്ടുപിടുത്തോണ്ട് വരുന്ന പണിക്ക് പോകണമെങ്കിൽ 7 അകലേക്ക് കൂടി മാറിപ്പോയിക്കോളും. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഹൈവേയിൽ കയറാതെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചു വിടണമെന്നും ചട്ടം വേണ്ടത്ര പരിപാലിക്കപ്പെടുന്നില്ല എന്നും ഇതുമൂലം പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു. ഇതിനിടയിൽ സ്വകാര്യ ബസ്സുകൾ സമയനഷ്ടം നികത്തുവാൻ റോഡിന്റെ അരികിലൂടെ തെറ്റായ ദിശയിൽ മരണപ്പാച്ചിൽ നടത്തുന്നതും കുഴികൾ വലിയ ഗർത്തങ്ങളാകാൻ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം കാൽനട യാത്രികർക്കും ഇത് ജീവന് ഭീഷണി ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം വെള്ളം നിറഞ്ഞ കിടന്ന കുഴിയിൽ വീണ വിദ്യാർത്ഥിനികൾക്ക് പരിക്കുകൾ പറ്റിയിരുന്നു. അതേ തുടർന്ന് പ്രതിഷേധം വ്യാപകമായപ്പോൾ കുഴികൾക്ക് ചുറ്റും റിബൺ വലിച്ചു കെട്ടുക മാത്രമാണ് അധികാരികൾ ചെയ്തത്. അപ്പോഴും ചെറിയ ഗർത്തങ്ങൾ ഇനിയും ബാക്കി. ഇതിനിടയിൽ പമ്പ് ചെയ്ത് പഴയ ഹൈവേയിലെ കാനിയിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതും വേണ്ടത്ര പ്രയോജനം ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. ഈ മഴക്കാലങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകാൻ പഞ്ചായത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡുകളെല്ലാം തോടുകളായിരിക്കുക. ചില സ്ഥലങ്ങളിൽ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ നാട്ടുകാർ പ്രശ്നമുണ്ടാകും. നമ്മളിപ്പോൾ വളരെ ദുരിതത്തിലാണ്. ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഇന്ധനം അടിക്കാനുള്ള കാശുകളും കിട്ടിയത്. നമ്മളിവിടെ നിന്നൊരു ഓട്ടം പള്ളിവാരിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കറങ്ങി അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 1 മണിക്കൂറോളം പിടിക്കുന്നു. പിന്നെ ഈ വെള്ളക്കെട്ടും ദുരിതവും ജനങ്ങൾക്ക് ഒരു മനുഷ്യന് നടന്നുപോലും ഇവിടെ കൂടി പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കുട്ടി വീഴുകയുണ്ടായിട്ട് ഓട്ടോറിക്ഷക്കാരും മറ്റ് അതിൻ്റെ അമ്മയും കൂടി പിടിച്ചു കയറ്റിയാണ്. ആ കുട്ടിയുടെ വേഷം കണ്ടാൽ നമ്മൾ വിചാരിച്ചു സ്കൂളിൽ പോകേണ്ട കുട്ടിയാണ്. എങ്ങനെ പോകും? ഒരു മനുഷ്യൻ നടന്നു പോയാൽ ഒരു നല്ലൊരു കാര്യത്തിന് പോവുകയാണെങ്കിൽ അവൻ രണ്ടാമത് വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്ത് വരേണ്ട ഒരു ഗതികേടാണ്. ഈ അധികൃതർ ഇതിനകത്തൊന്നും ശ്രദ്ധിക്കണില്ല. ഇവർ റോഡ് ശരിയാക്കാൻ പോയി മഴക്കാലത്ത് കൊണ്ടുവന്നാൽ ഇത്തിരി വീട്ടിലെന്തെങ്കിലും ഒരു അത് വണ്ടി വരുമ്പോൾ അങ്ങോട്ട് പോയി പിന്നെ അവിടെ അതിലും വലിയ കുഴിയായി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഓടിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ളതാണ് ഇതിനകത്ത്. എത്രയോ മനുഷ്യൻ്റെ എത്രയോ മനുഷ്യൻ മരിച്ചു. കഴിഞ്ഞ ഒരു ഇടയ്ക്ക് ഇവിടെ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. എരമല്ലൂർ മുതൽ ചന്ദരൂർ വരെ പഴയ ഹൈവേയിലൂടെയുള്ള അമിത വാഹന ഗതാഗതം മൂലം പഴയ റോഡും പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ കുഴികളായി മാറിയിട്ടുണ്ട്. ഇനിയും ഈ അനാസ്ഥ തുടർന്നാൽ പ്രതിഷേധിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പും നൽകുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല സ്വദേശിയായ SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തിരഞ്ഞെടുത്തു. SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചേർത്തല സ്വദേശി വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിനകത്തെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും സാധുവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നീ വേളയിൽ പറഞ്ഞു വെക്കുകയാണ്. ഈ പറയുന്ന RSSന്റെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നുൾപ്പെടെ സെലക്ട് യോഗത്തിനകത്ത് വന്നിരുന്നു പറയുന്നത് സർവകലാശാലക്കകത്ത് നമ്മുടെ കോളേജുകൾക്കകത്ത് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കണ്ട, ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ട. അങ്ങനെ രാഷ്ട്രീയം വരുന്നത് കൊണ്ടാണ് കേരളത്തിനകത്ത് കുറെ കുഴപ്പങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് കേരളത്തിനകത്ത് ഈ സർവകലാശാലയുടെ ഗവർണർ പറഞ്ഞു വെക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആ ഗവർണർക്കെതിരെ, ആ ഗവർണർ കണ്ട നയങ്ങൾക്കെതിരെ കൃത്യമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് ഈ സർവകലാശാലയ്ക്കകത്തുള്ള പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അവരുടെ എല്ലാ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും പൂർണ്ണ സമയവും ഇവിടെ ഉണ്ടാവും എന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് ഈ വിജയത്തിനായി സഹായിച്ച ചേർത്തല കാളികുളം വിഭജിക കൊട്ടാരത്തിൽ സാന്ത്വനം ചാക്കോയുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ K വീണയുടെയും മകനാണ്. നിപുൺ ചാക്കോ സഹോദരൻ. ടൈം ന്യൂസ്, ചേർത്തല.
ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വെള്ളക്കെട്ടിലായി. പമ്പ, വരട്ടാർ, മണിമലയാർ, അച്ചൻകോവിലാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ശക്തമായുണ്ടായ കാറ്റിലും മഴയിലും ആലപ്പുഴ ജില്ലയുടെ പലയിടങ്ങളിലും നേരിയ നാശനഷ്ടങ്ങളുണ്ടായി. പലയിടങ്ങളിലും കാറ്റിൽ മരം വീണ വൈദ്യുതി വിതരണം തകരാറിലായി. നഗരങ്ങളിൽ ഇത് ഉച്ചയോടെ പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞു. ജില്ലാ ജയിലിന് സമീപം മരം റോഡിലേക്ക് വീണിരുന്നു. ഇത് അഗ്നിരക്ഷാ സേനയെത്തി നീക്കി. ചേർത്തല മേഖലകളിലെ വീടുകൾ വെള്ളക്കെട്ടിലാണ്. പമ്പ, അച്ചൻകോവിലാർ, വരട്ടാർ, മണിമലയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് ആശങ്കയാണ്. മഴ തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പിൽ കാര്യമായ മാറ്റമില്ല. റോഡുകളിൽ ചിലത് വെള്ളക്കെട്ടിലാണ്. അതേസമയം രണ്ടാം കൃഷി ഉപേക്ഷിച്ച പാടശേഖരങ്ങളിൽ പമ്പിംഗ് തുടങ്ങാനുള്ള തീരുമാനം ആശ്വാസം പകരുന്നതാണ്. ഇതോടെ ചമ്പക്കുളം, തെക്കേക്കര ഭാഗങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ കരുവാറ്റയിൽ നിന്ന് വെള്ളിയാഴ്ച മുതൽ കാണാതായ ആളെ സമീപത്തെ പാടശേഖരത്തിൽ മരിച്ച നിലയിലും കണ്ടെത്തി. കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിമാന ടിക്കറ്റ് എടുത്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി പിടിയിൽ. വിമാന ടിക്കറ്റ് എടുത്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവതി പിടിയിലായി. തൃശൂർ ചാവക്കാട് താലൂക്കിൽ അരിമ്പൂർ തച്ചമ്പള്ളി തുപ്പേരി വീട്ടിൽ അനീഷയെയാണ് കുത്തിയോട് CI അജയ് മോഹനും സംഘവും അറസ്റ്റ് ചെയ്തത്. കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിനായി 3 വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ തുറവൂർ മനക്കോടം സ്വദേശിയിൽ നിന്ന് 2.55 ലക്ഷം രൂപ അക്കൗണ്ട് വഴി വാങ്ങിയ ശേഷം അനീഷ മുങ്ങുകയായിരുന്നു. വിദേശത്ത് പോകുന്നതിനും വരുന്നതിനുമായി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരെ ബന്ധപ്പെട്ട വേഗത്തിൽ ടിക്കറ്റ് തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണിവർ പണം കൈക്കലാക്കുന്നത്. SI രാജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ കിഷോർ ചന്ദ്, വിജേഷ്, വൈശാഖൻ, നിത്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. 2 ദിവസങ്ങളിലായി നടന്നുവന്ന CPI ചേർത്തല മണ്ഡലം സമ്മേളനം സമാപിച്ചു. MC സിദ്ധാർത്ഥിനെ CPI മണ്ഡലം സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. CPI ചേർത്തല മണ്ഡലം സമ്മേളനത്തിന് സമാപനമായി. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കയർ മേഖലയെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മണ്ഡല സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കൃഷിമന്ത്രി P. പ്രസാദ്, ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി S. സോളമൻ, ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ G. കൃഷ്ണപ്രസാദ്, D. സുരേഷ് ബാബു, ദീപ്തി അജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CA അരുൺകുമാർ, NS ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിയായി MC സിദ്ധാർത്ഥിനെ തെരഞ്ഞെടുത്തു. 31-അംഗ മണ്ഡലം കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ചേർത്തല നഗരസഭ വാർഷിക പദ്ധതി 2025-26 ഉൾപ്പെടുത്തി നിർമ്മിച്ച പൊതു ശൗചാലയമായ ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭ വാർഷിക പദ്ധതി 2025-26 ഉൾപ്പെടുത്തി നിർമ്മിച്ച പൊതു ശൗചാലയമായ ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. കൃത്യമായ പരിപാലിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം. നമ്മളെല്ലാം പറയുമ്പോഴും പൊതുവായ ഇടങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ ഉള്ള ഒരു കാര്യമാണ്. സ്വന്തം കാര്യമാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും പൊതുവായ കാര്യമാണെങ്കിൽ സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു രീതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കേണ്ടതുണ്ട്. കൃത്യമായ എന്താണെന്നുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചേർത്തല ഗാന്ധി ബസാർ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ടോയ്ലറ്റ് ബ്ലോക്കുകളോട് കൂടിയതുമായ സംവിധാനമാണ് ടേക്ക് എ ബ്രേക്ക്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, കൗൺസിലർമാർ, CDS, ADS അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. SNDP യോഗം പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ 2ാമത് വാർഷികവും പ്രവർത്തക യോഗവും ചേർന്നു. പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ 2ാമത് വാർഷികവും പ്രവർത്തന യോഗവും നടന്നു. പാണാവള്ളി ശ്രീകണ്ഠേശ്വരം BEd കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ശ്രീനാരായണ ഗുരുവിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് SNDP യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. 32 ശാഖകളുള്ള പാണാവള്ളി മേഖല അരൂർ മുതൽ അരൂക്കുറ്റി മുതൽ ചെങ്ങണ്ട വരെയുള്ള 32 ശാഖകളിലുള്ള ആൾക്കാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏറ്റവും വിപുലമായ തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് SNDP യോഗം പോലും അംഗീകരിച്ച ജനറൽ സെക്രട്ടറിയിൽ നിന്ന് പോലും പല പ്രാവശ്യം നമുക്കൊരു അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. പാണാവള്ളി മേഖലയുടെ ഗുരുജയന്തി ആഘോഷം ഏറ്റവും നല്ലതായിരുന്നു എന്നാണ്
യോഗം കൗൺസിലർ PT മൻവതൻ അധ്യക്ഷത വഹിച്ചു. SNDP കോട്ടയം ശ്രീനാരായണ മേഖലാ നികേതൻ ട്രസ്റ്റി രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജയന്തി ആഘോഷങ്ങളുടെ മഹാവിളംബരജാഥയുടെ ഫലകം പ്രകാശനം ചെയ്തു. കൺവീനർ ബിജുദാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മേഖലാ കമ്മിറ്റി അംഗം PP ദിനദേവൻ, P വിനോദ്, യൂത്ത് പ്രസിഡന്റ് നിതിൻ, വനിതാ സംഘം സെക്രട്ടറി രേണുക മനോഹരൻ, യൂത്ത് ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം, പെൻഷനേഴ്സ് കൺവീനർ പവിത്രൻ, സുനിൽ, ബൈജു അറുകുഴി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ SNDP ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, SNDP പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, തുറവൂർ. മുഹമ്മദ് ചാരമംഗലം വടക്ക് 4113 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് ചാരമംഗലം വടക്ക് 4413 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. കരയോഗം പ്രസിഡന്റ് N സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. VT ചന്ദ്രസേനൻ അധ്യക്ഷനായി. മുഹമ്മദ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ M ലൈസാദ് മുഹമ്മദ് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തു. മുഹമ്മദ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് മുഴുവനും, തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ കുറേ പ്രദേശങ്ങളും, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു 4-5 വാർഡുകൾ കൂടെ ചേർന്ന ഒരു ഏരിയ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റും പോലീസും എക്സൈസും ഒക്കെ ഇതിനെ തകർക്കുന്നതിന്, ഇതിനെ തുരങ്കം വെക്കുന്നതിനായിട്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് ഇപ്പൊ കുറവുണ്ട്. ഇപ്പൊ സാധാരണ ഇവർ വന്ന് ഒളിച്ചിരുന്ന് കഞ്ചാവ് വലിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ചെന്നാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പോലീസിന്റെയും ഇപ്പൊ ജനങ്ങൾ ഉണർന്നിട്ടുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. മുമ്പ് പോലീസിനെ അറിയിക്കില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ജനങ്ങൾ ഉണർന്നിട്ടുണ്ട്. ജനങ്ങളെ അറിയിക്കാൻ മടിയില്ല. പിന്നെ പോലെ ചെറിയ പിള്ളേർ സെറ്റ് അവിടെ കൂടുന്നുണ്ട്, സംശയമുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ സാധാരണ പിള്ളേർ വെറുതെ ഒന്ന് ചൂണ്ടയിടാനൊക്കെ കായത്തിരുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ അല്ലാതെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും കിട്ടും. വനിതാ സമാജം പ്രസിഡന്റ് G രാജലക്ഷ്മി പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി. ശിവാനന്ദക്കുറുപ്പ്, K ഹരിലാൽ, T ജയൻ, CN ഗോപകുമാർ, ബീന കുറുപ്പ്, T ധനുഷ, T മനോജ്, രമാ ശ്രീകുമാർ, S മിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KP തുളസീദാസ് സ്വാഗതവും വിജയ നിർമ്മല നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മദ് ചാരമംഗലം SNV LPSൽ തണലോരം എന്ന പേരിൽ മെമ്പർ മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചു. മുഹമ്മദ് ചാരമംഗലം SNV LPSൽ തണലോരം മെമ്പർ മെറിറ്റ് അവാർഡ് നടന്നു. വിദ്യാർത്ഥി പ്രതിനിധി D ആവണി അധ്യക്ഷയായി. ഗാനരചയിതാവ് ഷാജി ഇല്ലത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത് നല്ലവരാകുക, നല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ലവരായി കാണുക. പരസ്പരം അവർക്കൊരാൾക്ക് ഒരു കുറ്റമുണ്ടായാൽ നീ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു പൗരബോധം നമ്മളിൽ ഉണ്ടാക്കുക. നല്ലതിനെ തിരിച്ചറിഞ്ഞ് നല്ലതിലൂടെ സഞ്ചരിക്കുന്നതിന് കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ഉൾക്കരുത്തും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമാ താരം എഴുപുന്ന ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. ഒന്ന് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സംസാരങ്ങൾ പോലെ കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും സംസാരിക്കാനും സമയമില്ലാതെയായി. കുട്ടികളെക്കാളും ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ സമയമില്ലാതെയായി. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാണ്ടായി. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ ഇല്ലാണ്ടായി. മക്കളെ ചേർത്ത് പിടിക്കുന്ന സമയങ്ങളിലും മൊബൈൽ, TV എല്ലാം മാറി. PK സുകുമാരൻ ആൻഡ് B ശ്രീകുമാരി ടീച്ചർ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത്ത് സുകുമാരൻ പുല്ലമ്പാറ മെമ്പർ മെറിറ്റ് അവാർഡ് പഠനോപകരണ വിതരണവും നടത്തി. മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമസേവകൻ KP അനീഷ്, ഹെഡ് മിസ്ട്രസ് S ജയശ്രീ, ഷീല ഷാജി, KP ശെൽവരാജ്, തണലോരം വിദ്യാഭ്യാസ പദ്ധതി ചെയർമാൻ അജിത് പുല്ലമ്പാറ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് B ചന്ദ്രൻ സ്വാഗതവും ADS പ്രസിഡന്റ് സുബിത നസീർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. CPI-ML റെഡ് ഫ്ലാഗ് നേതാവായിരുന്ന MM ഗോപാലിനെ അനുസ്മരിച്ചുകൊണ്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അടിയന്തരാവസ്ഥയിലെ തടവുകാരനും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് ഗോപിജിയുടെ 5ാമത് ഓർമ്മദിനം പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ വിഷമദ്യ ദുരന്തം ഒരു ഓണക്കാലത്ത് നൂറുകണക്കിന് ആളുകളെ വിഷമദ്യം കൊടുത്ത് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത സംഭവത്തിനെതിരായി അന്ന് പാർട്ടികൾ നേതൃത്വം നടന്ന ഒരു വലിയ സമരമുണ്ടായിരുന്നു. ആ സമരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സഖാക്കളൊക്കെ വൈപ്പിനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. സഖാവ് ഗോപാൽജിയോടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നീട് മത്സ്യത്തൊഴിലാളി ചാൾസിനൊപ്പം മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതാവായി. അതോടൊപ്പം തന്നെ കേരളത്തിൽ
നിങ്ങളൊക്കെ അറിയുന്ന കേരളം ജന്മം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ സംവിധായകനാണ് ജോൺ എബ്രഹാം. ആ ജോൺ എബ്രഹാം കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കുന്നതിന് വേണ്ടി നിലയ്ക്കൽ ഒരു കുരിശുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കുരിശ് കൃഷി എന്ന് പറയുന്ന രൂപത്തിൽ ചില സംഭവങ്ങൾ പലരും പറയുന്ന രൂപത്തിൽ അതിനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കലാപം അല്ലെങ്കിൽ ഒരു വർഗീയവൽക്കരണം നടത്താനുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ എബ്രഹാം നേതൃത്വത്തിൽ നായ്ക്കളി എന്ന് പറയുന്ന ഒരു നാടകം കോട്ടുകൊച്ചിയിൽ ആരംഭിക്കുന്നത്. അതിലെ ഒരു പ്രധാന നടനായിരുന്നു ഗോപാൽ. ജനാധിപത്യ സംവിധാനങ്ങൾ കശാപ്പു ചെയ്യപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച ഗോപാൽജിയെ അനുസ്മരിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജൂൺ 17-ാം തീയതി രാവിലെ 11 മണിക്ക് ചേർത്തല വുഡ്ലാൻഡ്സ് മിനി ഹാളിൽ ജില്ലാ സെക്രട്ടറി KV ഉദയഭാനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സലീം ബാബു സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ചാൾസ് ജോർജ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KI ജോസഫ്, CS രാജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ J പോൾ, രാജുമോൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VN ഷൺമുഖൻ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചു. ചമ്പക്കുളം സ്വദേശിയായ 67-കാരനും കുത്തിയതോട് സ്വദേശിനിയായ 78-കാരിയുമാണ് മരിച്ചത്. ചേർത്തലയിലെ വിദ്യാഭ്യാസ ഭരണകേന്ദ്രങ്ങൾ വെള്ളക്കുഴിയിൽ. ചേർത്തല ജില്ലാ ഉപജില്ലാ ഓഫീസുകളിലേക്ക് കയറാൻ പോലും ആകാത്ത തരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അർത്തുങ്കൽ 1000 തൈ ബീച്ചിന് സമീപം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാത മൃതദേഹം തീരത്തടിഞ്ഞു. കുഴികളിൽ വെള്ളം നിറഞ്ഞതോടുകൂടി ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഗതാഗതം കാൽനടയാത്രക്കാർക്ക് പോലും ദുരിതപൂർണ്ണമാവുകയാണ്. SFA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തിരഞ്ഞെടുത്തു. ചേർത്തല സ്വദേശിയാണ് വൈഭവ് ചാക്കോ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.